നമസ്കാരം, ഞാൻ ഡോക്ടർ നസ്ല, CMO നാസ് ക്ലിനിക്, മുക്കം, കോഴിക്കോട്. ഒട്ടുമിക്ക ആളുകളെയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ് കാൽപാദത്തിൽ വേദന ഉണ്ടാവുക, അല്ലെങ്കിൽ ഉപ്പൂറ്റി വേദന എന്ന് പറയുന്നത്. ഉപ്പൂറ്റി വേദന എന്തുകൊണ്ട് വരുന്നു എന്നുള്ളതും അതെങ്ങനെയൊക്കെ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ മാനേജ് ചെയ്യാമെന്നുള്ളതും എപ്പോഴൊക്കെയാണ് നമുക്കതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതെന്നുള്ളതാണ് ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഉപ്പൂറ്റി വേദന നമുക്കൊരു പരിധി വരെ മാനേജ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. ഉപ്പൂറ്റി വേദന എന്ന് പറയുന്നത് 3 കാരണങ്ങൾ കൊണ്ട് 3 രീതിയിലാണ് നമുക്കിത് വരുന്നത്. ഒന്നാമത്തേന്ന് പറയുന്നതാണ് പ്ലാന്റാർ ഫാസൈറ്റിസ് എന്ന് പറയുന്ന ഒരു പ്രശ്നമാണുള്ളത്. അപ്പോൾ അതെന്താണ് നോക്കുകയാണെങ്കിൽ, നമ്മുടെ കാൽപാദം നോക്കുകയാണെങ്കിൽ ഈ ഒരു പോർഷൻ നമ്മൾ കാൽപാദം എന്ന് വിചാരിച്ചോളൂ. അതിൻ്റെ അടിയിൽ കാൽപാദം ഉണ്ടാക്കിയിരിക്കുന്നതിൽ നമുക്കൊരു കട്ടിയുള്ളൊരു പാടയുണ്ട് നമ്മുടെ കാലിൻ്റെ അടിയിലുള്ളത്. ഈ പാടയിൽ എന്തെങ്കിലും ഇൻഫ്ലമേഷൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേദന ഉണ്ടാകും. അപ്പോൾ ഈ ഒരു ഏരിയ നമുക്കിപ്പോൾ കാൽപാദത്തിൻ്റെ ഉള്ളം ഭാഗത്ത് ഒരു വേദന ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ഇൻഫ്ലമേഷൻസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് കാരണം നമുക്ക് വേദന ഉണ്ടായേക്കാം. അത് കാരണം ഉപ്പൂറ്റിയിലേക്ക് വേദന ഉണ്ടാകും. കാലിൻ്റെ അടിഭാഗത്തിലും വേദന ഉണ്ടായേക്കാം. അപ്പോൾ അത് ഇൻഫ്ലമേഷൻ വരാനുള്ള കാരണങ്ങൾ എന്താ, അല്ലെങ്കിൽ പ്ലാന്റാർ ഫാസൈറ്റിസ് വരാനുള്ള കാരണങ്ങൾ എന്താ നോക്കുകയാണെങ്കിൽ, ഒന്ന് നമ്മൾ അമിതമായിട്ട് നിന്ന് വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ, കൂടുതൽ നേരം നിന്ന് വർക്ക് ചെയ്യുന്ന ആളുകൾ, ഒന്ന് ടീച്ചേഴ്സിന് കൂടുതലുണ്ടാവാം, ബസ് കണ്ടക്ടേഴ്സിന് കൂടുതലുണ്ടാവാം, സെക്യൂരിറ്റി ജീവനക്കാരിൽ കൂടുതൽ നിൽക്കുന്ന ട്രാഫിക് പോലീസ്, അങ്ങനെയുള്ള നമ്മൾ കൂടുതലായിട്ട് ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിലും നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് കൂടുതലായിട്ട് ഈ ഒരു പ്രശ്നം ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ഭാരം പെട്ടെന്ന് കൂടുകയാണെങ്കിൽ, അല്ലെങ്കിൽ അമിതവണ്ണമുള്ള ആളുകളിൽ, അല്ലെങ്കിൽ പൊണ്ണത്തടിയുള്ള ആളുകളിലും നമുക്ക് കൂടുതലായിട്ട് പ്രഷർ കാലിലേക്ക് എത്തുന്ന സമയത്ത് ഈ പാടയിൽ ഇൻഫ്ലമേഷൻസ് ഉണ്ടാകും, നീർക്കെട്ടുണ്ടാവും. അത് കാരണം നമുക്ക് വീക്ക്നെസ് വന്നേക്കാം. ഹീൽസ് ഉള്ള ചെരുപ്പുകൾ ഇടുന്ന ആളുകളിലാണെങ്കിലും ഇത് നമുക്ക് പ്ലാന്റാർ ഫാസൈറ്റിസ് വന്നേക്കാം. അതേപോലെ തന്നെ കൂടുതൽ പ്രഷർ കാലിലേക്ക് കിട്ടുന്ന എന്ത് പ്രവർത്തികളിലാണെങ്കിലും പ്ലാന്റാർ ഫാസൈറ്റിസ് വരാം. അതുപോലെ നമ്മൾ തറയിൽ കൂടുതലായിട്ട് ടൈൽസിൽ അല്ലെങ്കിൽ മാർബിൾ പോലെയുള്ളതിലൊക്കെ കൂടുതലായിട്ട് തണുപ്പടങ്ങിയ പ്രതലങ്ങളാണെങ്കിലും ഒരു വേദന വന്നേക്കാം. അത് ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നത് കൊണ്ടാണ്. സ്റ്റെപ്പിംഗ്, ഒരുപാട് സ്റ്റെപ്പ് കയറി ഇറങ്ങുന്നതൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് സ്റ്റെപ്പ് കയറി ഇറങ്ങുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ വർക്കൗട്ടുകൾ അതേപോലെ ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് പ്ലാന്റാർ ഫാസൈറ്റിസ് വന്നേക്കാം. അത് കാരണമുള്ള വേദനയുണ്ടാവും. ഇനി രണ്ടാമത്തെ കാരണം എന്തൊക്കെയാണെന്ന് നോക്കാം. രണ്ടാമത്തേത് കാൽക്കേനിയൽ സ്പർ എന്ന് പറയുന്ന കണ്ടീഷനാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടാവും. പല ആളുകളും ഈ ഒരു വേദന അനുഭവിക്കുന്ന ആളുകൾ എക്സ്റേ ഡോക്ടറെ എടുത്ത് നോക്കിയിട്ട് എല്ല് വളരുന്നുണ്ടെന്ന് പറയുന്ന ഒരു കണ്ടീഷൻ കേട്ടിട്ടുണ്ടാവും. അതെന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഉപ്പൂറ്റിയുടെ ഭാഗത്തായിട്ട് കാൽക്കേനിയസ് എന്ന് പറയുന്ന ഒരു എല്ലുണ്ട്. ആ എല്ലിൻ്റെ ഒരു കൂർത്ത ഭാഗത്തുള്ള രീതിയിൽ ചെറുതായിട്ട് എല്ലൊന്ന് വളർന്നു വരിക, അല്ലെങ്കിൽ കാൽക്കേനിയസ് സ്പെർ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ അത് ചെറിയ തരത്തിൽ പുറത്തേക്ക് എല്ലിന് വളർച്ചയുണ്ടെങ്കിൽ നമുക്കത് നിലത്ത് തട്ടിക്കഴിയുന്ന സമയത്താണ്, അല്ലെങ്കിൽ നമ്മൾ നടക്കുന്ന സമയത്ത്, നിൽക്കുന്ന സമയത്തൊക്കെ നമുക്കത് വേദന ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. കാൽക്കേനിയസ് സ്പെർ പലപ്പോഴും വരാനുള്ള കാരണം എന്ന് വെച്ചാൽ, പല ആളുകളിലും പ്ലാന്റാർ ഫാസൈറ്റിസ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കാൽക്കേനിയസ് സ്പെറും കൂടെ ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതല്ല എങ്കിൽ പലപ്പോഴും വൈറ്റമിൻ ഡിയുടെയും കാൽഷ്യത്തിൻ്റെ, ഫോസ്ഫറസിൻ്റെ ഒക്കെ ഡെഫിഷ്യൻസി കാരണം പലപ്പോഴും ഇതുണ്ടാവാറുണ്ട്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു 100 ആളുകൾ നോക്കുകയാണെങ്കിൽ 50-ന് മേലെ ആളുകൾക്കും കാൽക്കേനിയസ് സ്പെർ കണ്ടുവരാറുണ്ട്. കാരണം ഏജിങ് ആവുന്ന സമയത്ത് നമുക്ക് ഈ ഒരു അസുഖം ഉണ്ടാവാനുള്ളൊരു ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യം എക്സ്റേ എടുത്ത് നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എല്ല് വളർച്ചയുണ്ടോ എന്നുള്ളത്, വളരെയധികം എല്ല് വളർച്ച ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് സർജിക്കലായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് വൈസായിട്ടൊക്കെ എടുക്കേണ്ടത്. അതല്ലാത്ത പക്ഷം നമുക്ക് വൈറ്റമിൻ ഡിയുടെയും അതുപോലെ തന്നെ ഡെഫിഷ്യൻസി ആയിട്ടുള്ള കാൽഷ്യത്തിൻ്റെ, ഫോസ്ഫറസിൻ്റെ അളവൊക്കെ നോർമലാക്കുകയാണ് വേണ്ടത്. അതേപോലെ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഉള്ള ആളുകൾ അമിതമായിട്ട് വണ്ണം ഉണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഇത് വേദന കൂടാനുള്ള ചാൻസ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. മൂന്നാമത്തെന്ന് പറയുന്നതാണ് അക്കില്ലീസ് ടെൻഡനൈറ്റിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. നമ്മുടെ കാൽപാദത്തിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു ടെൻഡൻ ഉണ്ട്. എന്ന് വെച്ചാൽ എല്ലാ മസിൽസും ചേർന്ന്, എല്ലാ മസിൽസും അവിടെയാണ് ജോയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ പ്രഷർ അനുഭവപ്പെടാനുള്ളൊരു കാരണം കൂടെ ആ ഒരു ടെൻഡനിലേക്ക് കൂടുതൽ പ്രഷർ അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ കൂടുതലായിട്ടും ചെറിയ മുറിവുകൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ടോർഷൻ, ചെറിയ മുറിവുണ്ടായേക്കാം. അത് കൂടുതലായിട്ടും സ്പോർട്സ് ഉള്ള ആളുകളിലായിരിക്കും ചിലപ്പോൾ കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. അധികം റൺ ചെയ്യുന്ന ആളുകളിൽ, അല്ലെങ്കിൽ അമിതമായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആളുകൾ, വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന ആളുകളിൽ, ജിമ്മിലൊക്കെ പോകുന്ന ആളുകളിലൊക്കെ ഉണ്ടായേക്കാം. അതല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പെട്ടെന്ന് വീഴുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രായമാവുന്നതിനനുസരിച്ചിട്ടുള്ള ടെൻഡനിലേക്കുള്ള ബലം കുറയുന്ന കാരണം, അല്ലെങ്കിൽ ബലക്ഷയം കാരണം കൂടെ ഇതുണ്ടാവാറുണ്ട്. അപ്പോൾ അത് നമുക്ക് കൂടുതലായിട്ടും ചെയ്ത് നോക്കാൻ പറ്റുന്നത് MRI സ്കാനിങ് എടുത്ത് നോക്കുന്നതാണ്. ഇപ്പോൾ MRIയിൽ മാത്രമാണ് നമുക്ക് ഇതിൽ ടെൻഡനിന് എന്തെങ്കിലും മുറിവുകളുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ടും റെസ്റ്റ് പ്രോപ്പറായിട്ട് വേണം. അതുപോലെ തന്നെ നമുക്ക് മാറി വരാത്തൊരു ഉപ്പൂറ്റി വേദന ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും ചെരുപ്പൊക്കെ മാറ്റി നോക്കുന്ന ആളുകളുണ്ടാകും. ചെരുപ്പൊക്കെ മാറ്റിയിട്ട് മാറുന്നില്ല എങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക.
നോക്കേണ്ടത് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ടെൻഡനിൽ എന്തെങ്കിലും മുറിവുകളുണ്ടോ എന്ന് നോക്കുക. അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണ് വേണ്ടത്. പലപ്പോഴും നമുക്ക് MRI എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മാത്രമാണ് ഈ ഒരു മുറിവ് മനസ്സിലാവാറുള്ളത്. അപ്പോൾ ഇതിന് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് നിർബന്ധമാണ്. ഇനി നമുക്കിത് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ ഒരു വേദന, ഉപ്പൂറ്റി വേദന മാനേജ് ചെയ്യാന്നുള്ളത് നോക്കാം. ഇത് നമുക്ക് എന്താണ് കാരണം എന്ന് അറിഞ്ഞതിന് ശേഷം ആ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ നമുക്ക് കൂടുതൽ ഈ പ്ലാന്റർ ഫാസൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷൻസ് ഉണ്ടെങ്കിലാണ് നമുക്ക് ഈസി ആയിട്ട് ഇതിലും വീട്ടിൽ നിന്ന് മാറ്റാൻ പറ്റുന്നത്. അതിലുള്ളത് നമ്മൾ എണീറ്റ് ഉടനെ തന്നെ, അപ്പോൾ നമ്മൾ ബെഡിൽ നിന്ന് എണീക്കുകയാണെങ്കിൽ ബെഡിൽ നിന്ന് എണീറ്റ് ഉടനെ തന്നെ നമ്മൾ നേരെ കാല് തറയിൽ വെക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ കാൽപാദത്തിന് ചെറിയൊരു എക്സസൈസ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കാല് ഇങ്ങനെ നേരെ വെച്ചതിന് ശേഷം കാലിലെ വിരലുകളുടെ ഭാഗം മാത്രം ഒരു 10 സെക്കൻഡ് മുകളിലേക്ക് ഹോൾഡ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് 10 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം താഴേക്ക് ഒരു 10 സെക്കൻഡ് താഴേക്കും കൂടെ പിടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. വീണ്ടും അതേപോലെ തന്നെ നമ്മളൊരു 10 മിനിറ്റ് രാവിലെയും അതേപോലെ തന്നെ രാത്രിയിലും ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. രാവിലെ ഉറങ്ങി എണീറ്റ് ഉടനെ തന്നെ നമ്മൾ ഈ ഒരു എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ അന്ന് ഉണ്ടാകുന്ന വേദനയ്ക്ക് നല്ല കുറവുണ്ടാകും. അതേപോലെ രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കുപ്പിയിൽ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെള്ളം വയ്ക്കുക. അത് ഐസ് ആയതിന് ശേഷം ഈ ഒരു ബോട്ടിൽ നമ്മൾ നിലത്ത് വെച്ചതിന് ശേഷം അത് കാല് കൊണ്ട് ഉരുട്ടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതൊരു 10 മിനിറ്റ് നേരം ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇടയ്ക്ക് ഒരു 1 മിനിറ്റ് കഴിയുന്ന സമയത്ത് തണുപ്പ് സഹിക്കുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾക്കത് സ്റ്റോപ്പ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. ഇത് നമ്മൾക്ക് കാൽപാദത്തിലുള്ള ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാൻ സഹായിക്കും. നമ്മൾ ആദ്യം ചെയ്തിരുന്ന എക്സസൈസ് എന്ന് പറയുന്നത് ഫാസൈറ്റിസ് എന്ന് പറയുന്ന ഈ പാടം നമുക്കൊന്നുകൂടെ റിലാക്സ് ആവാൻ വേണ്ടിയിട്ടും അത് കാരണം ഉണ്ടാകുന്ന വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ ചെയ്യാവുന്നത് കോൾഡും ഹോട്ടും മാറ്റി വെക്കുക, അല്ലെങ്കിൽ അതിൻ്റെ മസാജ് എന്ന് പറയുന്നതാണ്. ഒരു പാത്രത്തിൽ ഒന്നുകിൽ ചൂടുവെള്ളം എടുക്കുക, അല്ലെങ്കിൽ ഹോട്ട് ബാഗുകൾ ഉണ്ടാവുമല്ലോ, അതിൽ ചൂടുവെള്ളം നിറച്ചതിന് ശേഷം കാലിലൊരു 3 മിനിറ്റ് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. 1 മിനിറ്റ് മാത്രം തണുത്ത ഐസ് പാക്കുകൾ വെക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു 3 മിനിറ്റ് നേരം ചൂടും 1 മിനിറ്റ് നേരം മാത്രം തണുപ്പും മാറി വെക്കുന്നതാണ് നല്ലത്. ഇനി ഐസ് പാക്കുകളോ അല്ലെങ്കിൽ ഹോട്ട് പാക്കുകളോ ഇല്ലാത്ത ആളുകളാണെങ്കിൽ കൂടുതൽ വെള്ളത്തിൽ കാല് മാറ്റി വെക്കാൻ ശ്രദ്ധിക്കുക. ചൂടുവെള്ളത്തിൽ 3 മിനിറ്റ് നേരം, കുറച്ച് തണുത്ത വെള്ളത്തിൽ 1 മിനിറ്റ് നേരം എന്നുള്ളതും. ഇതും നമുക്ക് ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാനും തുടർച്ചയായിട്ട് വരുന്ന വേദന മാറാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ വീട്ടിൽ നടക്കുന്ന സമയത്ത് ചെരുപ്പിടാതെ നടക്കുന്ന ആ ഒരു പ്രവണത ഒഴിവാക്കുന്നതാണ് നല്ലത്. കൂടുതൽ നമുക്ക് എന്തെങ്കിലും നോർമൽ ചെരുപ്പുകൾ അല്ലെങ്കിൽ ഓർത്തോ ചപ്പൽസ് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ കൂടുതലും വേദനയുള്ള ആളുകൾ ഷൂ മേടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ചെരുപ്പുകൾ മേടിക്കുന്ന സമയത്ത് സിലിക്കോണിൻ്റെ പാഡുകളുള്ള ചെരുപ്പുകൾ മേടിക്കാൻ കിട്ടും, അല്ലെങ്കിൽ ഷൂ തന്നെ മേടിക്കാൻ കിട്ടും. അങ്ങനെയുള്ളത് യൂസ് ചെയ്യുന്നത് നമുക്ക് നല്ല രീതിയിൽ ഈ വേദന കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. അതിൻ്റെ ഒപ്പം തന്നെ മറക്കാതെ ചെയ്യേണ്ട കാര്യം, ഒരുപാട് വെയിറ്റ് ഉണ്ടെങ്കിൽ വെയിറ്റ് കുറയ്ക്കണം. കൂടുതൽ കാലിലേക്ക് പ്രഷർ വരുന്നതിനനുസരിച്ച് നമുക്ക് വേദന കൂടിയേക്കാം. അതുപോലെ തന്നെ കൂടുതൽ ഹൈപ്പർ ടെൻഷൻ ഉള്ള ആളുകളിലും ഡയബറ്റീസ് ഉള്ള ആളുകളിലേക്കും ഈ ഒരു വേദന കൂടി വരാനുള്ള ചാൻസ് ഉണ്ട്. അവർക്ക് കൂടുതലായിട്ടും ന്യൂറോപ്പതി പോലെയുള്ള പ്രശ്നങ്ങൾ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ഉണ്ടായേക്കാം. അതിൻ്റെ കൂടെ ഈ വേദന കൂടെ ആവുന്ന സമയത്ത് കൂടുതൽ നമ്മൾക്കത് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഷുഗർ നോർമലാക്കാൻ വേണ്ടിയിട്ടും ഇപ്പോൾ ന്യൂറോപ്പതി പോലെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കണം. ന്യൂറോപ്പതി പോലെയുള്ള കണ്ടീഷൻസ് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യാനും ഷുഗർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കണം. അതേപോലെ വെയിറ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക. അതേപോലെ നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. അത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പേസ്റ്റാണ് പറയുന്നത്. 1 ടീസ്പൂൺ ഉലുവ എടുത്തിട്ട് അത് വറുത്ത് പൊടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിലേക്ക് കർപ്പൂരാതി ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് അതൊരു പേസ്റ്റ് രൂപത്തിലാക്കി കാലിലൊരു 1 hour അപ്ലൈ ചെയ്തിടുകയാണെങ്കിൽ നമുക്കൊരു ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നീർക്കെട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. അതേപോലെ തന്നെ മദ്യപാനം, പുകവലിയും കൂടുതലായിട്ട് നമുക്ക് വേദനകൾ കൂടാനുള്ളൊരു ചാൻസ് ഉണ്ട്. അത് മാക്സിമം കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. പിന്നെ കിടക്കുന്ന സമയത്ത് ഒരു കട്ടിയുള്ള സോക്സ് ധരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അത് കാലിൽ നമുക്ക് കൂടുതൽ തണുപ്പടിക്കാനും അത് കാരണം ഉണ്ടാകുന്ന ഇൻഫ്ലമേഷനും വേദനയും കുറയ്ക്കാൻ വേണ്ടിയിട്ടും സഹായിക്കും. അതുപോലെ ഇതേപോലെയുള്ള സ്ട്രെച്ചിങ് എക്സസൈസുകൾ ചെയ്യുകയാണെങ്കിൽ യോഗ പോലെയുള്ളതൊക്കെ ചെയ്യുന്നതും, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള എക്സസൈസുകൾ ചെയ്യുന്നതും ഈ ഒരു ചുരുണ്ടു പോകുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ, നമ്മുടെ ഈ ഒരു പാടുകൾ ചുരുണ്ടു പോകുന്ന ഒരു പ്രശ്നം, അത് കാരണമുള്ള വേദനയും കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. സോ നമ്മൾക്ക് ഈ രീതിയിലൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ഉപ്പൂറ്റി വേദന കൺട്രോൾ ചെയ്യാൻ പറ്റും. അതല്ല നമുക്ക് മാറുന്നില്ല, കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ടുള്ളൊരു മെഡിക്കേഷൻ എടുക്കേണ്ടത് നിർബന്ധമാണ്. പ്രോപ്പർ എക്സ്റേ എടുത്ത് നോക്കുക, MRI എടുത്ത് നോക്കുക, വേറെ എന്തെങ്കിലും കണ്ടീഷൻ ആണോ എന്ന് ശ്രദ്ധിച്ചതിന് ശേഷം അതിന് വേണ്ട രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്